പ്രൈസ് ലോർഡ്. എൻ്റെ പേര് എമി. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 13 നവംബർ 2021 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനും എനിക്കും അപ്പോൾ ഓൺലൈൻ ജോലിയായിരുന്നു, വർക്ക് ഫ്രം ഹോം. അപ്പോൾ വേറൊരു പുതിയ ജോലിയിലോട്ട് മാറണം, കുറച്ചും കൂടെ കരിയർ ഗ്രോത്ത് വേണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് നിയോഗവും അതായിരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴയിലായിരുന്നെങ്കിൽ പോലും എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ കേട്ടിട്ടുണ്ട്, പക്ഷെ വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇവിടുത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നോ അത്ഭുതങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി, നിങ്ങൾ ആലപ്പുഴയല്ലേ, കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് തിരിച്ചു പോയി. വീട്ടിൽ നിന്ന് അച്ചാച്ചൻ വീണ്ടും എന്നെ പറഞ്ഞു വിട്ട് ഞാൻ ഇവിടെ വന്ന് രണ്ടാമത് നിന്ന് ഉടമ്പടി എടുത്തു. ഒരു ദിവസം ഉടമ്പടി എടുത്ത് ഒരു 1.5 മാസമായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് പുറത്തോട്ട് പോകാൻ നോക്കാം. എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചെങ്കിൽ പുറത്തൊട്ടും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ഇത്രയും വർഷം കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ പോലും വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത്, നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം, അതായിരിക്കും നമ്മളുടെ കരിയറിന് നല്ല ഗ്രോത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ ജാനുവരി തന്നെ അടുത്ത പ്രോസസ്സിങ് തുടങ്ങി. സ്റ്റുഡൻറ്റ് വിസയിൽ പോകാമെന്നാണ് ഞാൻ ഓർത്തെ. അപ്പോൾ ഒരുമിച്ച് പോകാമല്ലോ എന്നൊരാഗ്രഹത്തോടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് തുടങ്ങി. IELTS എഴുതി. എൻ്റെ വീട് മംഗലാപുരത്താണ്. ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഈസി, എനിക്ക് ഇഷ്ടമാണ് ഇംഗ്ലീഷ്. അപ്പോൾ IELTS ബുദ്ധിമുട്ടാണെന്ന് ആയിരിക്കില്ല, എനിക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തു. പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നല്ല മാർക്കും ഉണ്ട്. പക്ഷേ ആക്ച്വൽ എക്സാം വന്നപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. IELTS സ്പീക്കിംഗ് ആയാലും റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ കാശിരൂപം കൊണ്ടാണ് പോയത്. അത് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അവസാനമൊക്കെ കറക്കി കുത്തുപോയത്. എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നല്ല ടെൻഷൻ, ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടായി ഇരുന്ന സമയത്തായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി കണ്ടിന്യൂസ് ആയി മുന്നോട്ട് കൊണ്ടുപോയി. സർപ്രൈസിംഗ്ലി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള എല്ലാ അഡ്മിഷൻ ആയാലും ഓഫർ ലെറ്റർ, പിന്നെ ഫൈനാൻഷ്യൽ ഫീസൊക്കെ അടയ്ക്കാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം സ്മൂത്തായിട്ട് തന്നെ മാതാവ് പെട്ടെന്ന് നടത്തി തന്നു. അത് കഴിഞ്ഞ് വിസ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തി. ഞങ്ങൾ തന്നെയായിരുന്നു വിസ ഫയൽ ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റ് കമ്പൈൻഡായി വെച്ച റിസ്ക് ആണെന്ന് കുറേ പേര് പറഞ്ഞാൽ പോലും ഞങ്ങൾ കമ്പൈൻഡായിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി വെച്ചു. ജൂൺ 30 ഫസ്റ്റായിട്ട് വിസ വെച്ചത്. അപ്പോൾ ഞങ്ങൾ തന്നെ SOP എഴുതി. നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങളെല്ലാം കറക്റ്റായി ചെയ്തു. നമ്മുടെ നല്ല ഫയലാകുന്നവരൊക്കെ ധൈര്യത്തോടെ ഇരുന്നപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ റിജക്ഷൻ കിട്ടി. എനിക്ക് ഫസ്റ്റ് റിജക്ഷൻ കിട്ടി. ഇപ്പോൾ കംപ്ലീറ്റ് തളർന്നു. നമ്മുടെ കയ്യിൽ നമ്മുടെ മെറിറ്റ് ഒന്നും അല്ല, അച്ഛൻ പറയുന്ന പോലെ ഗ്രേസ് ഓഫ് ഗോഡിലെ വർക്ക് ആവുള്ളൂ എന്ന് എനിക്ക് അപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി. അങ്ങനെ റിജക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു കംപ്ലീറ്റ് തളർന്നു പോകും ഞാൻ ഓർത്തു. പക്ഷേ ഇല്ല, എനിക്ക് അവിടെ ഒരു സ്ട്രെങ്ത്ത് കിട്ടി. ചിലപ്പോൾ സമയമായിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ മൊത്തം വിസ അപ്രൂവൽ ആയിരിക്കും. കാനഡയിലോട്ടുള്ള വിസ അപ്രൂവൽ, UK അല്ല കാനഡയിൽ വിസ അപ്രൂവൽ ആയിരിക്കും കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ ഒരു ആലപ്പുഴയിൽ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു 3ാമത്തെ പ്രാവശ്യം വെച്ച് റിജക്ഷൻ 4ാമത്തെ പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞ പോലെ പ്രാർത്ഥനയും സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഓർഫനേജിൽ പോയി പിള്ളേരെ കാണും, അവർക്ക് സ്നാക്സൊക്കെ മേടിച്ചു കൊടുക്കും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമായിരുന്നു. ഹോസ്പിറ്റൽസിൽ പോയി രോഗികളെയൊക്കെ കാണും. പത്രം കൊടുക്കാൻ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് മടിയും ചമ്മലുമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ഇവിടെ നല്ല വിശ്വാസി, അപ്പോൾ അമ്മ എന്നെക്കൊണ്ട് ആദ്യം പോയി. പിന്നെയുള്ള എല്ലാ പത്രവും, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പത്രവും ഇല്ല, എല്ലാം ഞാൻ തന്നെ പോയി ബസ് സ്റ്റോപ്പിലും കൊടുക്കും, ഓട്ടോ ഡ്രൈവർമാർക്കും കൊടുക്കും. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയി. ഫസ്റ്റ് റിജക്ഷൻ കിട്ടിയിട്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനെ വന്ന് കണ്ടപ്പോഴും അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും, നിങ്ങൾ കാനഡയ്ക്ക് പോകും. പക്ഷെ അത് എപ്പോൾ ഒരുമിച്ചാണോന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല, പോകും എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി, കിട്ടും, ഇനി പോകുമെന്ന് ഉറപ്പായി എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ സെക്കൻഡ് വിസ ഫയൽ ചെയ്തു. സെക്കൻഡായിട്ട് ഞങ്ങൾ തന്നെയല്ല, ഞാനൊരു ഏജൻസി വഴി അപ്ലൈ ചെയ്തത്. നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടാണ് അത് പോയത്. ഏജൻസി വഴി അപ്ലൈ ചെയ്ത് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും റിജക്ഷൻ. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടമായി. അച്ഛൻ പോകുമെന്നും പറഞ്ഞു, ഇപ്പോൾ എന്താ 2ാമതേ റിജക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിരുന്നു. എന്നാലും ഹസ്ബൻഡാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, കുഴപ്പമില്ല, കിട്ടും, അച്ഛൻ പറഞ്ഞില്ലേ പോകുന്നത്, അപ്പോൾ അത് നീ ഡൗട്ടായിട്ട് ഇരിക്കരുത്, അത് വിശ്വസിക്കണം. അപ്പോൾ ഞാൻ 2ാമതേ ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞ് 3ാമത് ഞങ്ങൾ തന്നെ ഒന്നും കൂടെ വെക്കാൻ തീരുമാനിച്ചു. 3ാമത് വെക്കാൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് ഡിസംബർ 7 മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം നമുക്ക് വെക്കാം, നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3ാമത്തെ വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 3ാമത്തെ എന്ന് വെച്ചാൽ എനിക്ക് 2 റിജക്ഷൻ ഓൾറെഡി വന്നു, കമ്പൈൻഡ് ഫയലായിരുന്നു. അപ്പോൾ സ്കോപ്പ് കുറച്ച് കുറവാണ് കിട്ടാൻ. പിന്നെ 3ാമത്തെ റിജക്ഷൻ വന്നെങ്കിൽ എനിക്ക് കോളേജ് മാറണം, ഫീസിൽ നിന്ന് കുറേ ഡിഡക്ഷൻസ് വരും, കുറേ കാശ് നഷ്ടപ്പെടും. പിന്നെ പുതിയ കോളേജ് എന്ന് പറഞ്ഞാൽ അതും അടുത്തൊരു 6-8 മാസത്തെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് സമ്മതിക്കൂല എന്ന് ഏകദേശം എനിക്കൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ 3ാമത് വെക്കുന്നതിന് ഭാഗ്യം മാതാവിന് പ്രാർത്ഥിച്ച, മാതാവേ ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ പോക്ക് നടക്കില്ല, ഞാൻ പോകാനുള്ളതാണ് മാതാവ് എനിക്ക് തന്നേ പറ്റുള്ളൂ. അത് എൻ്റെ ഇഷ്ടമല്ല, ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ചെറിയ മനസ്സും കൊണ്ട് ആഗ്രഹിക്കും, പക്ഷെ അത് എൻ്റെ ഇഷ്ടമല്ല, മാതാവിൻ്റെ ഈശോയുടെ ഇഷ്ടം നടന്നാൽ മതി, പോകാനുണ്ടെങ്കിൽ എനിക്കിത് തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു.
അവിടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ആ തേർഡ് അറ്റംപ്റ്റ് ഞാൻ 7th വെച്ചപ്പോൾ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു, ഡിസംബർ ക്രിസ്മസിന് എനിക്ക് ഗിഫ്റ്റ് വേണം. ഞാൻ ക്രിസ്മസ് എന്ന് വെച്ചെങ്കിൽ നവംബറിൽ തന്നെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്യും, കുമ്പസരിച്ച് ഡെക്കറേഷനൊക്കെ തുടങ്ങും വീട്ടിൽ, കാരണം എനിക്ക് ക്രിസ്മസ് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ക്രിസ്മസിന് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 9 ദിവസത്തിനുള്ള എൻ്റെ വിസ അപ്രൂവലായി. ഈ 9 ദിവസം എന്ന് വെച്ചാൽ വെരി റെയർ സിനാരിയോ. കാനഡയുടെ കാര്യമാണെങ്കിൽ മിനിമം 3 മാസം അല്ലെ 1 മാസമെങ്കിലും മിനിമം എടുക്കാറുണ്ട്. റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് സിനാരിയോ 9 ദിവസത്തിനുള്ളിൽ കിട്ടുന്നത്. എനിക്ക് 9 ദിവസത്തിനുള്ളിൽ വിസ കിട്ടിയായിരുന്നു. സിംഗിളായിട്ടാണ് വെച്ചത്. ഇനി ഹസ്ബൻഡിനെ സെപ്പറേറ്റ് ഒന്നും കൂടെ വെക്കണം. എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് ആ വിസ കിട്ടി. ഇതിനൊക്കെ ഇടയ്ക്കാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യം മടിയായിരുന്നു. അത് ദൈവം അനുഗ്രഹിച്ചു, മാതാവ് അനുഗ്രഹിച്ചു, എനിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടി. ഞാൻ എല്ലായിടത്തും പോയി കൊടുക്കും. അവിടെ നിന്ന് കുറേ പേര് എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഇത്രയും പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങനത്തെ പൊട്ടത്തരത്തിലാണോ വിശ്വസിക്കുന്നത്, ഇതിലൊക്കെ ഉടായിപ്പാന്ന് അറിയത്തില്ലേ? അപ്പോൾ ഞാൻ പറയും, ചേട്ടാ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് അവിടെ നിന്ന് ബ്ലെസ്സിങ് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്, ചുമ്മാ ഒരാൾ കൊടുക്കില്ലല്ലോ, എനിക്ക് നല്ല ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവർ സ്വീകരിക്കും, പത്രം സ്വീകരിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ പത്രം കൊടുക്കുമ്പോൾ ആകെ ഒരു കാര്യമുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഈ പത്രം വായിച്ച് ഒരാളെങ്കിലും ഇവിടെ വന്നെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്കാണ് കിട്ടുന്നത്. സോ അതുപോലെ അങ്ങനെയാണ് എൻ്റെ വിസയുടെ ആ ഒരു ലോങ് ജേർണി ഓഫ് 1 year എനിക്ക് സക്സസ്ഫുള്ളായി കിട്ടി. ഞാൻ ജാനുവരി 20th കാനഡയ്ക്ക് പോവുകയാണ്. ഇത് മാത്രമല്ല, ഉടമ്പടി തൈലം ആൻഡ് കാശുരൂപം ഇല്ലാതെ ഞാൻ ഒരിടത്തും പോകാറില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഞാനിവിടെ പുറത്ത് പോവുകയാണെങ്കിലും കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും കാണും. കാരണം അതിന് നല്ലൊരു പവറുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി പവർഫുൾ എന്നെനിക്കറിയാം. കാരണം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് കാശുരൂപം. ഉടമ്പടി തൈലമാണേലും ഹസ്ബൻഡിന് ചെറുപ്പം മുതലേ ഡാൻഡ്രഫ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ രാത്രി ഉടമ്പടി തൈലം തലയിലും നെറ്റിയിലും തേക്കാറുണ്ട്. അതോടെ ഇപ്പം നല്ലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കുറേ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്ത് ക്യൂർ ആകാത്ത ഡാൻഡ്രഫ് ഇപ്പം നല്ല രീതിയിൽ കംപ്ലീറ്റ് ക്യൂർ ആകുന്നു എന്ന് വേണം പറയാൻ. 99% ക്യൂറായി. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷം വന്നാൽ ഇപ്പോൾ മനസ്സിൽ വരുന്നത് പേടിക്കണ്ട, കൃപാസനം ഉണ്ടല്ലോ, വന്ന് പ്രാർത്ഥിച്ച് സാധിച്ചു കിട്ടും എന്നൊരു ധൈര്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് കാനഡയ്ക്ക്. ഹസ്ബൻഡ് കാണുമെന്നായിരുന്നു കമ്പൈൻഡ് വെച്ച് ഒരുമിച്ച് പോകാനാണ്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, എനിക്ക് കുഴപ്പമില്ല, ധൈര്യമുണ്ട് പോകാൻ, പ്രശ്നമില്ല, തന്നെ വീടും ജോലിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ധൈര്യമുണ്ട്. അതൊക്കെ മാതാവാണ് തരുന്നത്. സോ യെസ്, ഇതാണ് എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്. താങ്ക് യു ജീസസ്, താങ്ക് യു മാരി.